Question number 4. See, the equation of a transverse traveling along yxt is equal to, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ y ഡയറക്ഷൻ. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എക്സ് ഡിറക്ഷനിലാണ്. വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ആസ് എ ഫങ്ഷൻ ഓഫ് പൊസിഷൻ ആൻഡ് ടൈം, അതാണ് നമ്മുടെ സൈനസോയിഡൽ ഇക്വേഷൻ. ദാറ്റ് ഈസ് 4 sin kx പ്ലസ് ഒമേഗ ടി ഫോമിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് കെ ആണ്, ടൈമിൻ്റെ കോഎഫിഷ്യൻറ്റ് ഒമേഗയാണ്. ഇവിടെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന സൈൻ പോസിറ്റീവാണ്. ഓക്കെ, ഇവിടെ എക്സ് മില്ലിമീറ്ററിലാണ്, ടൈം സെക്കൻഡിലാണ്. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ദ വെലോസിറ്റി ഓഫ് വേവ് ഈസ് വെലോസിറ്റി ഓഫ് വേവ്. അപ്പോൾ ഇവിടെ കെ ഈസ് ഈക്വൽ ടു 20 into 10 raised to minus 3 and omega is equal to 600. We know that velocity of wave is equal to omega divided by k. That is equal to 20 into 10 raised to minus 3. ഇനി ഇവിടെ omega divided by k. Yes, omega is equal to 600. 600 divided by k is 20 into 10 raised to minus 3. ഓക്കെ, അപ്പോൾ നമുക്ക് 0 0 ക്യാൻസൽ ചെയ്യാം. 2ഉം 60ഉം ക്യാൻസൽ ചെയ്താൽ നമുക്കിവിടെ 30 വരും. ദെൻ ഇവിടെ എക്സിൻ്റെ യൂണിറ്റ് മില്ലിമീറ്ററിലാണ്. അപ്പോൾ കെ മില്ലിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. മില്ലിമീറ്റർ ഇൻവേഴ്സിനെ മീറ്റർ ഇൻവേഴ്സിലേക്ക് ആക്കാൻ നമ്മൾ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 10⁻³ 3ഉം ക്യാൻസലായി. അപ്പോൾ നമുക്കിവിടെ ആൻസർ 30 വരും. ഇനി അത് പോസിറ്റീവ് 30 ആണോ നെഗറ്റീവ് 30 ആണോ നോക്കണം. ഇവിടെ പോസിറ്റീവാണ്, എക്സിൻ്റെയും കെ എക്സിൻ്റെയും ഒമേഗ ടീൻ്റെ ഇടയിൽ വരുന്ന സിമ്പിൾ. സോ വേവിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആയിരിക്കും. സോ -30 m/s. ബിക്കോസ് വേവ് പോകുന്നത് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് വെലോസിറ്റി v ഈസ് ഈക്വൽ ടു -30 m/s. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 is the right answer.